മനസ്താപനം ചെല്ലുമ്പോഴേ എനിക്ക് ഉള്ളിൽ ചിരി വരും. എന്താ കാര്യം, എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകളൊന്നാം മനസ്താപനം. അതിനകത്ത് പറയണത് ഈ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അത് സഹിക്കാൻ പറ്റുന്ന സംഭവമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അതെന്തൊരു തുണയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് പറഞ്ഞിട്ട് മനുഷ്യൻ പിന്നെയും പാവം ചെയ്യല്ലേ. പാവം ചെയ്യാമെന്ന് പിന്നെ തീരുമാനിച്ചുകൊണ്ട് കള്ളത്തരം ദൈവത്തിനോട് കെട്ടിയെഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു സ്വയം വഞ്ചനയാണ് കാണിക്കണത്. അപ്പം ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവ് ഈ സ്വയം വഞ്ചന മനുഷ്യന്മാരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മനസ്താപമെന്ന് പറയണത് അത് ചെലണമൊക്കെ നല്ല ദൈവസ്നേഹം വരുമ്പോഴേ അതാണ് അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഹൃദയത്തിൽ ദൈവസ്നേഹം വരുമ്പോൾ, ദൈവസ്നേഹം നിറഞ്ഞ് കവിയുമ്പോൾ ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള തേറ്റമാണ്. മനസ്താപനത്തിൻ്റെ പഴയകാല മലയാള പേരെന്തെന്നാണ്? തേറ്റത്തിൻ്റെ പ്രകാരം എന്നാണ്. ആരുടെ തേറ്റമാണ്? തേറുക എന്ന് വെച്ചാൽ കരയുക. ആരുടെ തേറ്റമാണ്? ആത്മാവിൻ്റെ തേറ്റമാണ്. ആരാണ്? കർത്താവേ, നിൻ്റെ ഹൃദയത്തിലെ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച് നിൻ്റെ നീ അനുഭവിച്ച് നീ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഇനി എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ആത്മാവിൻ്റെ ഉദ്ദീരണങ്ങളാണ്, അർത്ഥവത്തായ. ഇപ്പോൾ നോൻപ് കാലത്ത് പശ്ചാത്താപത്തേക്ക് നീ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി ചെയ്യുന്ന കുരിശിൻ്റെ വഴി, ഇനി നീ ചെയ്യുന്ന സിരിവാപാദ പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും, അത് കേൾക്കുന്നവർ കൂടുന്ന കുരിശിൻ്റെ വഴികളും, അതുപോലെ നീ തരുന്ന ദാനധർമ്മങ്ങൾ, എല്ലാ ആശയടക്കങ്ങളെല്ലാം ദൈവസ്നേഹം നിറയാൻ വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അർത്ഥവത്തായ അനുതാപത്തോട് ദൈവത്തോട് ഐക്യപ്പെടാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. പ്രേസ്തലാണ്.